ഹായ് ഫ്രണ്ട്സ്, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ചിക്കൻ നഗറ്റ്സ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഫ്രോസൺ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ബ്രെഡ് എടുക്കണം. ഞാനിപ്പോ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡ് ആയാലും കുഴപ്പമില്ല, ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല. എന്റെ കയ്യിൽ ഇപ്പൊ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ 5 സ്ലൈസ്, ഇത് ചെറുതായതുകൊണ്ട് 5 എടുത്തു. വലുതാണെങ്കിൽ 4 മതിയാവും. അപ്പൊ ഞാൻ അതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ജാറൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പൊടിഞ്ഞു കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നമ്മളെ ജാറിലിട്ടാല് അരിഞ്ഞു കിട്ടണം. അതിന്റെ പാകത്തിന് ഒന്ന് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. ഈ ബ്രെഡ് പൊടിച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെ ഈ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിതിലേക്ക് മുഴുവൻ ചിക്കനും ചേർത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പാപ്രിക്ക ഇല്ലെങ്കിൽ മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ഏത് ചേർത്താലും കുഴപ്പമില്ല. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. ഈ സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഇനി ഉപ്പ് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് സ്മൂത്ത് ആവുന്നവരെ അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ തരിത്തരി ഉണ്ടാവണം. നമുക്കിങ്ങനെ കൈകൊണ്ട് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് സ്മൂത്തായി പോയാൽ ഷേപ്പാക്കാൻ കുറച്ച് പാടായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞാൽ മതി. കൈകൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം, അത്ര അരിഞ്ഞാൽ മതി. ഇനി ഇത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പോ ഇത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട കേട്ടോ, അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും. അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും കുഴക്കണ്ട, കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ വല്ല കട്ടിംഗ് ബോർഡോ ചപ്പാത്തി വലൊക്കെ എടുത്താലും കുഴപ്പമില്ല. അതുപോലെ എണ്ണ കുറച്ച് താഴെ പരട്ടി കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിപ്പോ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായി പോവണ്ട. നമ്മള് നഗറ്റ്സിന്റെ ഒരു അത്യാവശ്യം ചെറിയൊരു തിക്നെസ് ഉണ്ടാവുമല്ലോ, അതുപോലെ പരത്തിയെടുത്താൽ മതി. ഇപ്പൊ കത്തിയിലും കുറച്ച് എണ്ണ തടവുകയാണെങ്കിൽ കത്തിയിലും ഒട്ടിപ്പിടിക്കില്ല. ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പൊ സൈഡ് കട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് നമുക്ക് വീണ്ടും പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്താല് വീണ്ടും കുറച്ചുകൂടെ നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പൊ ഇത് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് വീണ്ടും കട്ട് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പൊ ഞാൻ സൈഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോ പീസ് ഇതിൽ നിന്ന് മാറ്റി വെക്കുക, വേർതിരിച്ച് വെക്കുക.
അപ്പൊ ഞാനിത് ഓരോന്നും എടുത്തിട്ട് വിട്ടിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്ലേറ്റിലേക്കാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വിട്ടിട്ട് വെച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ കുരുമുളക് പൊടി ഞാനിപ്പോ ബ്ലാക്ക് പെപ്പറാണ് ചേർത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. അതായിരിക്കും ഒന്നുകൂടെ ലൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടുക. അത്ര ടേസ്റ്റിലൊന്നുമല്ല, കാണുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ആദ്യം എഗ്ഗിന്റെ മിക്സ്ചറിൽ മുക്കിയെടുക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക. അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാനും പറ്റും. ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ പൊരിച്ചെടുക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ നഗറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല, പുറം ഭാഗം പെട്ടെന്ന് തന്നെ ആവും. എടുത്തു കഴിഞ്ഞാൽ ഉൾഭാഗം ആയിട്ടുണ്ടാവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മുടെ നഗറ്റ്സിന്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പൊ ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം 1 മാസത്തോളൊക്കെ ഇരുന്നോളും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഇത്. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാലോ. ഞാനിതിലേക്ക് ബ്രൗൺ ബ്രെഡ് ചേർത്ത കാരണം നമ്മുടെ നഗറ്റ്സ് കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ വൈറ്റ് ബ്രെഡാണ് ചേർക്കുന്നതെങ്കിൽ നഗറ്റ്സ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ നഗറ്റ്സ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പൊ ഒരു 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നഗറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ നഗറ്റ്സ് നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നഗറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ നഗറ്റ്സ് ഇതുപോലെ കെച്ചപ്പിലും കൂടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നഗറ്റ്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രീസറിലും വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്താലും മതി. അപ്പൊ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.